റോമിൽ നിന്നും ടെല്ലവീവിലേക്കുള്ള വിമാനം റാഞ്ചാൻ PFLP തീരുമാനിച്ചു. പോക്കറ്റിൽ പിസ്റ്റളും കയ്യിൽ ഗ്രനേഡുമായി വിമാനത്തിന്റെ കോക്പിറ്റിൽ കയറിയ ലൈല പൈലറ്റിനോട് സ്വയം പരിചയപ്പെടുത്തി. ഞങ്ങൾ PFLPയുടെ ചെഗുവേര യൂണിറ്റിലെ പ്രവർത്തകരായ പലസ്തീൻ അഭയാർത്ഥികളാണ്. ഇനി മുതൽ ഞാനാണ് ഈ വിമാനത്തിന്റെ ക്യാപ്റ്റൻ. 1969 ഓഗസ്റ്റ് 29 നടന്ന ഈ വിമാനം റാഞ്ചൽ ലോകത്തിനു മുന്നിൽ പലസ്തീൻ എന്ന രാജ്യത്തിന്റെ ദയനീയത അവതരിപ്പിക്കാനുള്ള ഒരു സമര മാർഗമായിരുന്നു. അന്നതിന് നേതൃത്വം കൊടുത്തതാകട്ടെ ലേഡി ചെഗ്വേര ഓഫ് പലസ്തീൻ എന്നറിയപ്പെട്ട ലൈല ഖാലിദ്. എന്താണ് പലസ്തീൻ രാഷ്ട്രീയത്തിൽ ഇവർക്കുള്ള പങ്ക്? ആരാണ് ലൈല ഖാലിദ്? എന്റെ ലക്ഷ്യത്തിന് ഗുണം ചെയ്യുമെങ്കിൽ മരണത്തെ സ്വീകരിക്കാൻ എനിക്ക് സന്തോഷമേയുള്ളൂ. പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന ഇടതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായ ലൈല ഖാലിദിന് ഇങ്ങനെ പറയാൻ അവരുടെ ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളാണ് വഴിയൊരുക്കിയത്. ലൈല ഖാലിദിന്റെ ജീവിതം ആരംഭിക്കുന്നത് ഹൈഫയിൽ നിന്നാണ്. ഇന്നീ പ്രദേശം ഇസ്രായേലിന്റെ ഭാഗമാണെങ്കിലും അന്നത് പലസ്തീനായിരുന്നു. പക്ഷേ ലൈലയ്ക്ക് 4 വയസ്സ് തികയുമ്പോഴേക്കും ലൈലയും ലൈലയുടെ ജനതയും അഭയാർത്ഥികളായി മാറിക്കഴിഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 1948 മെയ് 14 അവർ അതുവരെ ജീവിച്ച തങ്ങളുടെ സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളായി. ഇസ്രായേൽ എന്ന പുതിയ ജൂതരാഷ്ട്രം പിറവികൊണ്ടു. ഇസ്രായേൽ തങ്ങളുടെ വാഗ്ദത്ത ഭൂമിയായി കരുതിയിരുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജീവിച്ചിരുന്ന ജൂതന്മാർ ഹൈഫയിലേക്ക് ഒഴുകി. വർഷങ്ങളായി ചിന്നിച്ചിതറിയിരുന്ന ജൂതന്മാർ ഒന്നിച്ച് ഒരു രാജ്യത്തിന് കീഴിലെത്തിയപ്പോൾ ഇസ്രായേലിലെ ജൂത സമൂഹത്തിന് കാത്തിരിപ്പ് യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷമായിരുന്നു. എന്നാൽ ജൂതന്മാരല്ലാത്ത പലസ്തീനികളുടെ സാഹചര്യം അങ്ങനെയായിരുന്നില്ല. മരണഭയത്തിൽ അവർ ഇസ്രായേൽ അതിർത്തി കടന്നു. അങ്ങനെ ലൈലയുടെ കുടുംബവും ജീവിച്ച നാടുപേക്ഷിച്ച് യാത്രയായി. പക്ഷേ ലൈലയുടെ പിതാവ് അവിടെ തന്നെ തുടർന്ന് തങ്ങൾക്ക് നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കാനുള്ള യുദ്ധത്തിൽ പങ്കാളിയായി. മറ്റു കുടുംബാംഗങ്ങൾ ലെബനിലേക്ക് കടന്നു. അവിടെ ജീവിക്കുമ്പോഴും പിറന്ന മണ്ണിന്റെ ഗൃഹാതുരത്വം ലൈലയെയും വിടാതെ പിടികൂടി. എങ്ങനെയും സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകണം എന്നതാണ് പലായനം ചെയ്ത എല്ലാ പലസ്തീനികളെയും പോലെ ലൈലയുടെയും ആഗ്രഹം. വളരും തോറും അവളിലെ ആ ആഗ്രഹവും വർദ്ധിച്ചു. നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഴിയുന്നത്? നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് എന്തുകൊണ്ട് മടങ്ങിപ്പോയിക്കൂടാ എന്ന ചിന്ത വളർന്നു. ആ ചിന്തയാണ് തന്നെ ഒരു വിപ്ലവകാരിയാക്കിയതെന്നാണ് ലൈല പറയാറുള്ളത്. അറബ് നാഷണലിസ്റ്റ് മൂവ്മെന്റ് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദി ലിബറേഷൻ ഓഫ് പലസ്തീൻ എന്ന സംഘടന രൂപീകരിച്ചപ്പോൾ ലൈല അതിന്റെ ഭാഗമായി. അപ്പോഴേക്കും പലസ്തീന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളും ഇസ്രായേൽ പിടിച്ചെടുത്തിരുന്നു. തങ്ങളെ രക്ഷിക്കാൻ ഒരു ദൈവദൂതനും അവതരിക്കില്ലെന്ന യാഥാർത്ഥ്യബോധം ലൈലയെ ആയുധമണിയിച്ചു. ലൈല വിപ്ലവകാരിയായി. തങ്ങളുടെ ജനതയുടെ പ്രശ്നങ്ങൾ ലോകത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ഏതൻസിൽ നിന്നും ടെല്ലവീവിലേക്കുള്ള വിമാനം റാഞ്ചാൻ PFLP തീരുമാനിച്ചതും നടപ്പിലാക്കിയതുമാണ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ വിമാനം റാഞ്ചൽ. അന്നവർ പൈലറ്റിനോട് ആവശ്യപ്പെട്ട ഒരു കാര്യം ഹൈഫയുടെ മുകളിലൂടെ വിമാനം പറത്തണമെന്നായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ കൂടി ലൈല അവരുടെ ജന്മനാട് ആകാശത്തു നിന്ന് കണ്ടു. അന്ന് ഹൈഫയുടെ മുകളിലൂടെ പറന്ന ശേഷം സിറിയയിലെ ഡമാസ്കസിൽ വിമാനമിറക്കി. യാത്രക്കാരെല്ലാം സുരക്ഷിതരായി മടങ്ങി. സമാനമായ രീതിയിൽ പിന്നീട് പലതവണ ഇതുപോലെ ലൈലയുടെ നേതൃത്വത്തിൽ വിമാനം റാഞ്ചി. ഒരു ദിവസം തന്നെ 2 വിമാനങ്ങൾ റാഞ്ചാനുള്ള ശ്രമം വരെയുണ്ടായി. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ലൈലയുടെ മറുപടി ഇങ്ങനെയാണ്: നമ്മുടെ തടവുകാരെ, പ്രത്യേകിച്ച് സ്ത്രീകളെ മോചിപ്പിക്കുക. പലസ്തീൻ വിഷയത്തെക്കുറിച്ച് അന്താരാഷ്ട്ര ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഞങ്ങൾ സഹായം ആവശ്യമുള്ള അഭയാർത്ഥികളല്ല, ടെന്റുകളിൽ താമസിക്കുന്നവരല്ല. ഞങ്ങൾ ഒരു ലക്ഷ്യമുള്ള ജനതയാണെന്ന് ലോകം അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. വിമാനം ഹൈജാക്ക് ചെയ്യുന്ന ആദ്യത്തെ സ്ത്രീ ഞാനാണോ അല്ലയോ എന്നത് എനിക്കറിയില്ല. ഞങ്ങളുടെ ലക്ഷ്യത്തിനായി എന്തെങ്കിലും ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. തീർച്ചയായും ഹൈജാക്കിലൂടെ പലസ്തീനെ മോചിപ്പിക്കാൻ പോകുന്നില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ അത് അന്താരാഷ്ട്ര ശ്രദ്ധ നേടാനുള്ള ഒരു സമരമാർഗം തന്നെയായിരുന്നു. വിമാനം തിരിച്ചിറക്കിയ ശേഷം ഞാൻ യാത്രക്കാരോട് ക്ഷമാപണം നടത്തി. ഞങ്ങൾ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. യാത്രക്കാരെ എല്ലാവരെയും വിട്ടയച്ചു. അവർ അവരവരുടെ വീടുകളിലേക്ക് മടങ്ങി. പക്ഷേ ഞങ്ങൾ ഞങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയില്ല. ഞങ്ങൾക്ക് മടങ്ങാൻ ഞങ്ങളുടെ വീടോ നാടോ ഉണ്ടായിരുന്നില്ല. ലൈല ഖാലിദിന്റെ ഈ വാക്കുകൾക്ക് ഇന്നും മനുഷ്യ മനസാക്ഷിയെ ചിന്തിപ്പിക്കാനുള്ള കരുത്തുണ്ട്. വിമോചന സ്വപ്നം ജ്വലിക്കുന്ന ആ വയോവൃദ്ധയുടെ കണ്ണുകളിൽ ഈ 80-ാം വയസ്സിലും പലസ്തീനായുള്ള പോരാട്ട വീര്യമുണ്ട്. ഇന്നും ലൈലയുടെ ജനതയ്ക്ക് പോരാട്ടം തുടരേണ്ടി വരുന്നു. പലസ്തീനിൽ ഭക്ഷണത്തിന് കൈനീട്ടുന്ന കുട്ടികളുടെ തലയിലേക്ക് വെടിക്കോപ്പുകൾ വർഷിക്കുന്ന സയനിസ്റ്റ് ഭീകരത കണ്ട് ലോകം വിറങ്ങിലിച്ചുകൊണ്ടേയിരിക്കുന്നു. പലസ്തീൻ എന്ന രാജ്യവും ജനതയും
ഇസ്രായേൽ ആക്രമണത്തിൽ മുച്ചൂടും മുടിഞ്ഞ യാഥാർത്ഥ്യമായി നിലകൊള്ളുന്നു. അപ്പോഴും ഒരു ചെറിയ രാജ്യം നിലനിൽപ്പിനായുള്ള ചെറുത്തുനിൽപ്പും പോരാട്ടങ്ങളും തുടർന്നുകൊണ്ടേയിരിക്കും.